ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. വ്ളോഗ് എന്ന് പറയുമ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോസ് നിന്നൊക്കെ മാറിയിട്ട് ചെറുതായൊരു വ്ളോഗ് ഇടാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസ് മാത്രമായിട്ട് ഇടുന്ന സമയത്ത് പല കൂട്ടുകാർക്കും സ്റ്റിച്ചിങ്ങിനോട് താല്പര്യമുള്ളവരുണ്ടാവും, എന്നാലും മറ്റ് വിഷ്വൽസ് കാണാൻ അല്ലെങ്കിൽ മറ്റ് വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്കാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇടയ്ക്കൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്താണ് മറക്കാതെ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് ഫസ്റ്റായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായാലും മോശമായി കഴിഞ്ഞാലും നിങ്ങളൊന്ന് കമൻസിലൂടെ എഴുതി അറിയിക്കുക. അതായത് നമുക്ക് നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങളുടെ കമൻസ് കണ്ടാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും പുതിയ പുതിയ വീഡിയോസ് ഇടാനായിട്ടുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോസ് എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്ത് അല്ലെങ്കിൽ എഫേർട്ട് എടുത്ത് വീഡിയോസ് ചെയ്തിട്ട് അതിനെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ബെനിഫിറ്റ് ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആർക്കെങ്കിലും ഒരു 2 പേർക്കെങ്കിലും നമ്മുടെ വീഡിയോസ് സജസ്റ്റ് ചെയ്യുക, അതായത് ഷെയർ ചെയ്യുക കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തു വെച്ച കുറച്ച് വിഷ്വൽസാണ് കേട്ടോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് നമ്മൾ മഴക്കാലമാണല്ലേ. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാ വീടുകളുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കില്ല അല്ലേ. വീടിൻ്റെ അകത്ത് ഫുള്ളായിട്ട് അയക്കൊക്കെ വിരിച്ചിട്ട് തുണിയൊക്കെ ഇതുപോലെ തോരാനിട്ടിട്ടുണ്ടാകും. അപ്പം ആസ് യൂഷ്വൽ നമ്മുടെ വീട്ടിലും ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാ മുറികളിലും, അതായത് മുകളിലെ റൂമിലാണ് കേട്ടോ ഇതുപോലെ അഴകെട്ടി അതിലൊക്കെ തുണി ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ മെഷീനിൽ അലക്കുന്നത് കൊണ്ട് തന്നെ അതിൽ വെള്ളമൊക്കെ ആറ്റിക്കഴിഞ്ഞ ശേഷമാണ് ഇടാറുള്ളത്. അപ്പോൾ നിങ്ങളെ വീട്ടിലും ഇതുപോലെയൊക്കെ തന്നെയാണോ എന്നുള്ളതൊന്ന് പറയട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് നല്ല മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ചാറലൊക്കെ അടിക്കും. അപ്പോൾ ഇപ്പം നമ്മളെല്ലാവരും കൂടി അവിടെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാനൊരു വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഗ്രൗണ്ടിൽ നിന്ന് കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾ പറയുന്നുണ്ട്, വ്ളോഗ് എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കുറേ കാലമായിട്ട് നമ്മൾ നിർത്തി വെച്ചിട്ടുള്ള സംഭവമാണല്ലേ വീട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു മഴ പെയ്ത് തോർന്ന പുറത്തെ കാഴ്ച കണ്ടത് നല്ല രീതിയിൽ പച്ചപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇതുപോലെ എന്തെങ്കിലും ഫോട്ടോസ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇന്ന് ഓർക്കാനായിട്ട് അല്ലെങ്കിൽ കാണുമ്പോൾ കുറച്ച് കൗതുകം തോന്നാനായിട്ട് ഇഷ്ടം തോന്നാനായിട്ട് ഇതുപോലെ ഒരു വീഡിയോസൊക്കെ എടുത്ത് വെക്കുക എന്നുള്ളത്. കാണില്ലേ മഴയൊക്കെ പെയ്ത് തോർന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പുറമേ അപ്പോൾ ചെടികളൊക്കെ ഒരുപാട് പോയിട്ടോ മഴ പെയ്തത്. കുറച്ച് ചെടികളൊക്കെ നശിച്ചു പോയി. ഇനിയിപ്പം നമുക്കത് ആദ്യമേ തുടങ്ങണം. അപ്പം ഞാനിപ്പോൾ പറയാൻ വേണ്ടി വന്നത് മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ ഒരു അടിപൊളി പ്രൊഡക്റ്റ് തയ്യാറാക്കുന്നുണ്ട്. റോസ്മേരി ഹെയർ സ്പ്രേ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ തലയിൽ ഒരുപാട് നല്ല ബെനിഫിറ്റ് ഉണ്ടായുള്ള സാധനമാണ്. അപ്പോൾ അറിയാത്ത കൂട്ടുകാർ നമ്മൾ ഈ ഒരു ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതായത് ഹെയർ ഫാള്, അതുപോലെ തന്നെ നമ്മുടെ തലയിലുള്ള മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നില്ലേ, റൗണ്ടായിട്ടൊക്കെ കൊഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ താരൻ ഉണ്ടാവുക, ചൊറിച്ചിലുണ്ടാവുക, അതിനൊക്കെ ഉത്തമ പരിഹാരമായിട്ടാണ് ഈ ഒരു റോസ്മേരി വാട്ടർ നമ്മൾ ചെയ്തേക്കുന്നത്. ഒരുപാട് നല്ല ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം ചെയ്തതിൽ തന്നെ ഒരുപാട് എണ്ണം സെയിലായി പോയിട്ടുണ്ട്, ഒരുപാട് ബോട്ടിൽ സെയിലായി പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, കർക്കിടക മരുന്നെന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് പ്രസവ ശുശ്രൂഷ മരുന്നെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു മരുന്നും നല്ല രീതിയിൽ സെയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഹെയർ ഫാള് അല്ലെങ്കിൽ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോവുക, ചൊറിച്ചൽ, താരന് ഒക്കെയുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ റോസ്മേരിയുടെ വാട്ടർ നല്ല രീതിയിൽ യൂസ് ആക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൽ താഴെ നമ്പർ കൊടുക്കാം. അപ്പോൾ റോസ്മേരിയുടെ ഗുണങ്ങൾ അറിയുന്നവർ തീർച്ചയായും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിരിക്കും. അതായത് നിങ്ങൾക്ക് അത്രയും യൂസ്ഫുള്ളാണ്. നമ്മൾ യൂസ് ചെയ്തിട്ട് അതിന് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഭവം സെയിലും കൂടി ചെയ്യാമല്ലോ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ മാഷാ അല്ലാഹ് നല്ല രീതിയിൽ അത് സെയിലായിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ മൂവിങ് ആയ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർക്കിടക മരുന്നും പ്രസവ ശുശ്രൂഷ മരുന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ.